മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ന് ദില്ലി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കും. എൻഐഎയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ എൻഐഎ അനുമതി തേടും. ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം. ജോയ്സ് ഡാനിയൽ, അതീവ സുരക്ഷയിലാണ് തഹാവൂർ റാണയെ കൊണ്ടുപോകുന്നതും വരുന്നതുമൊക്കെ. കോടതിയിൽ ഹാജരാക്കുന്നതിനായുള്ള ക്രമീകരണങ്ങൾ എങ്ങനെ? സുജയ, ഏതായാലും എൻഐഎയുടെ 18 ദിവസത്തെ കസ്റ്റഡി അവസാനിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയിലേക്ക് തഹാവൂർ റാണയെ എത്തിക്കുന്നത്. നിലവിൽ പോലീസ് വലയത്തിലാണ് ഇപ്പോൾ ഈ പട്യാല കോടതി തന്നെ ഉള്ളത്. നേരത്തെ ഓൺലൈൻ വഴിയായിരിക്കും ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും നേരിട്ട് ഹാജരാക്കാനുള്ള നീക്കത്തിലേക്കാണ് എൻഐഎ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചതെങ്കിൽ പിന്നീട് 18 ദിവസം മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. ഏതായാലും ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി വിലയിരുത്തും. ഇതിനുശേഷവും കസ്റ്റഡി നൽകേണ്ട കാര്യമുണ്ടോ എന്ന് വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും ഇനി മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ തഹാവൂർ റാണ കോടതിയെ സമീപിച്ചിരുന്നു. പ്രത്യേകിച്ചും ബന്ധുക്കളുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഫോൺ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് കോടതിയെ സമീപിച്ചത്. പക്ഷേ കോടതി അനുകൂലമായ തീരുമാനമെടുത്തില്ല എന്ന് മാത്രമല്ല ഈ ഹർജി തള്ളുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ കേസ് അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വിടാനാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സാധ്യത കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മുംബൈ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലും തഹാവൂർ റാണയെ ചോദ്യം ചെയ്തെങ്കിൽ പോലും കൃത്യമായ ഉത്തരം തഹാവൂർ റാണ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തെളിവുകൾ വീണ്ടും ശേഖരിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ചും തഹാവൂർ റാണ സന്ദർശിച്ച കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പിക്കാനും ഒക്കെ വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ എൻഐഎ വീണ്ടും ചോദിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്വേഷണ പുരോഗതിയും ഒപ്പം തന്നെ തഹാവൂർ റാണയുടെ വാദങ്ങളും ഒക്കെ തന്നെ കേട്ടിട്ടായിരിക്കും ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ഇന്ന് തന്നെ ദില്ലിയിലെ പട്യാല ഹൗസ് എൻഐയുടെ പ്രത്യേക കോടതിയിൽ തഹാവൂർ റാണയെ ഹാജരാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ എൻഐയുടെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നത്.